അദ്ദേഹത്തിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. എങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നതും അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും പിന്താങ്ങുന്നതും ഈ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യമുണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര വലിയ കടുത്ത ശിക്ഷ CPM ഏറ്റുവാങ്ങേണ്ടി വന്നത് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരാളെ പേറുന്നത് കൊണ്ടാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ചില സംഭാഷണങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ തട്ടിമാറ്റിപ്പോയതൊക്കെ ഇപ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. SNDPക്ക് മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നു. ഞങ്ങൾ ഈ പെരുന്തൽമണ്ണക്കാരൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇവിടെ SNDP കോളേജിൽ പരിപാടിക്കൊക്കെ പോകാറുണ്ട്. നജീബ് കാന്തപുരം കഴിഞ്ഞ ദിവസം അത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പേജിൽ അത് ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ല, ഒന്ന് നമ്മുടെ നാട്ടിലെ ഈ വെറുപ്പ് അത് ഒരിക്കലും ജനം പൊറുക്കാത്ത ഒരു തെറ്റാണ്. ഇപ്പൊ നിരന്തരമായി വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു മോഡിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. എങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നതും അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും പിന്താങ്ങുന്നതും ഈ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യമുണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര വലിയ കടുത്ത ശിക്ഷ CPM ഏറ്റുവാങ്ങേണ്ടി വന്നത് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരാളെ പേറുന്നത് കൊണ്ടാണ്. പക്ഷെ അതിൽ നിന്നൊന്നും തെറ്റുതിരുത്താതെ വീണ്ടും അദ്ദേഹത്തെ ഏത് വർഗീയതയും ഏത് വിഭാഗീയതയും പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ കള്ളത്തരം പ്രചരിപ്പിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഇപ്പോൾ 2002 നാലകത്ത് സൂപ്പി സാഹിബ്, എൻ്റെ മുൻഗാമിയായിരുന്ന സൂപ്പി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് പെരിന്തൽമണ്ണയിൽ SNDP കോളേജ് വരുന്നത്. അത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന നിലയിൽ അത് നല്ലൊരു സ്ഥാപനമാണ്. ഞാൻ പലപ്പോഴും പോകാറുള്ള സ്ഥാപനമാണ്. ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ വരട്ടെ. ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുടെ ഭാഷയിലല്ല മറുപടി പറയാനുള്ളത്. ഞങ്ങൾ മലപ്പുറത്തിന്റെ ഭാഷയിലാണ് മറുപടി പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ പറയുമ്പോൾ ഞങ്ങൾ മലപ്പുറത്തുകാരുടെ ഭാഷയിൽ പറയുന്നു. ഈ മലപ്പുറം തുറന്നു വെച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് വരാം. 4 മാസം കൊണ്ട് UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ലയിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് SNDPക്ക് ഇവിടെ നടപ്പാക്കേണ്ടത്, കൊണ്ടുവരേണ്ടത്? ഞങ്ങൾ സഹായിക്കും, ഈ ഗവൺമെന്റ് സഹായിക്കും, ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ സഹായിക്കും. അന്ന് വരുന്ന ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഇവിടുത്തെ മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെല്ലാം കിട്ടുന്ന പോലെ SNDPക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും പ്രചരിപ്പിച്ച് ജനങ്ങളെ തമ്മിൽ അകറ്റുകയല്ല വേണ്ടത്. ഇപ്പൊ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്, ഇപ്പോ ഒരേ അടുക്കളയിൽ നിന്നാണ് അമിത്ഷാക്കും പിണറായി വിജയനും ഇപ്പോ ദോശ ചുടുന്നത്. ആ അടുക്കള ജനം പൂട്ടും. ആ അടുക്കള പൂട്ടുമ്പോൾ വഴിയാധാരമാകുന്നതിൽ ഒന്നാമത്തെ ആള് പിണറായി വിജയനായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അടുത്ത ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ ഈ ഇത്തരം വിവാദ പ്രസ്താവനകൾ ഉണ്ടാക്കുന്നതിലൂടെ ആർക്ക് ലാഭം കിട്ടാനായിരിക്കും എന്നാണ് ജനം കരുതേണ്ടത്? കേരളത്തിലെ ജനങ്ങള് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറത്താണ്. എല്ലാം മനസ്സിലാക്കുന്ന ജെൻസി നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് ഈ മതവിഭാഗീയതയിലും സംഘർഷത്തിലും അങ്ങോട്ടുള്ള അടിപിടിയിലൊന്നും ഒരു താല്പര്യമില്ല. വർഗീയതൊക്കെ പറഞ്ഞ് പുച്ഛത്തോടു കൂടി ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ ഇന്നലത്തെ ആ ഒരു സംഭവം കാണുമ്പോൾ ലജ്ജ തോന്നുകയല്ലേ നമുക്ക്? അപ്പൊ ഇതൊന്നും ഇഷ്ടപ്പെടുന്ന ആളുകളല്ല പുതിയ തലമുറ. ഇതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ ഇത് ഔട്ട്ഡേറ്റഡ് ആയ പിണറായിക്കും ഔട്ട്ഡേറ്റഡ് ആയ വെള്ളാപ്പള്ളിക്കും ചേരുന്ന കാര്യമാണ്. അവരെ തുടരട്ടെ, ഞങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിന് MLA പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി UDF അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് മലപ്പുറത്ത് എവിടെയാണ് SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടതെങ്കിലും അത് അറിയിച്ചാൽ അതിനൊപ്പം നിൽക്കുമെന്നൊരു ഉറപ്പ് കൂടി SNDP യോഗത്തിനും ശ്രീ വെള്ളാപ്പള്ളി നടേശനും നജീബ് കാന്തപുരം MLA ഉറപ്പ് നൽകുകയാണ്. അതുപോലെ UDF അധികാരത്തിൽ വെച്ചാൽ അദ്ദേഹത്തിന് എവിടെയാണോ, അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ഇത്തരം കാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല, അവരെ തള്ളിക്കളയുകയാണ് എന്നുകൂടി ഓരോരുത്തരെയും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.